അകൽച്ച വോട്ടാക്കി മാറ്റി ഭരണത്തിൽ വരിക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. കാരണം കേരളത്തിൽ നോക്കൂ, 2 ടേമായിട്ട് പ്രതിപക്ഷത്തിരിക്കുകയാണ്. മടുക്കില്ലേ ആർക്കായാലും? കേന്ദ്രത്തിലാണെങ്കിൽ 3ാമത്തെ ടേമാണ് ഇപ്പോൾ പ്രതിപക്ഷ നിരയിൽ ഇരിക്കുന്നത്. ഭരണപക്ഷ നിരയിൽ ഇരിക്കാൻ, ഒരു മന്ത്രിയാകാൻ, മുഖ്യമന്ത്രിയാകാൻ ഒക്കെ കോൺഗ്രസുകാർ ആഗ്രഹിക്കുന്നതിൽ എങ്ങനെയാണ് തെറ്റു പറയാൻ കഴിയുക? അപ്പോൾ അവരുടെ മുന്നിലുള്ള എല്ലാ സാധ്യതകളും അവർ പരിശോധിക്കും. അതിൽ എങ്ങനെയാണ് കൂടുതൽ ജനങ്ങളെ ആകർഷിച്ച് സീറ്റ് ഉറപ്പിക്കാൻ കഴിയുക എന്നത് പരിശോധിക്കും. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തൊരു അകൽച്ചയെന്നല്ല, ഇടതുപക്ഷത്തൊരു നേരിയ തലമുടി നാരിഴ പോലെയുള്ള ഒരു ചെറിയ കാര്യമുണ്ടെങ്കിൽ അതുപോലും പിടിച്ച് വോട്ടാക്കാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ KPCC ക്യാമ്പ് എക്സിക്യൂട്ടീവ് സമാപിക്കുമ്പോൾ അതിൽ ചർച്ച ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം VD സതീശൻ അത് പ്രസംഗത്തിൽ കൃത്യമായി പറയുകയും ചെയ്തു. കേരളത്തിലും കേന്ദ്രത്തിലും കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നാൽ മാത്രം പോരാ എന്നത് കൃത്യമായ സ്റ്റേറ്റ്മെന്റ് VD സതീശന്റെ ഭാഗത്ത് നിന്ന് പ്രസംഗത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഉണർന്ന് പ്രവർത്തിച്ചാൽ ജയിക്കാം. അത് കോൺഗ്രസിനും അറിയാം, കേരളത്തിലെ ജനങ്ങൾക്കും അറിയാം. ഈ കോൺഗ്രസ് എന്താണ് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നത്? ഒന്ന് ആ പരസ്യത്തിൽ പറയുന്നത് പോലെ ഉണരൂ ഉപഭോക്താവെ ഉണരൂ എന്ന് കോൺഗ്രസിനോട് ജനങ്ങൾ പറയുകയാണ്. കാരണം ഇടതുപക്ഷത്തെ കൊണ്ട് ഞങ്ങൾ മടുത്തു, ഞങ്ങൾക്ക് ഇനി വേണ്ട, പക്ഷെ നിങ്ങളൊന്ന് പ്രവർത്തിച്ചാലല്ലേ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കഴിയൂ. അത് ജനങ്ങൾ പറയുന്നത് കോൺഗ്രസ് കേട്ടു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വയനാട്ടിൽ നിന്ന് വരുന്ന ഈ നേതാക്കളുടെ പ്രസംഗങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വെറുതെ അങ്ങ് ജയിക്കാൻ കഴിയുമോ? ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ആദ്യം കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കണം. അതിനുശേഷം നമ്മൾ ഈ പ്രഭാത കൃത്യങ്ങൾ പോലെ ഇവരും ഒരു മുന്നൊരുക്കം നടത്തണം. ആ മുന്നൊരുക്കമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുമതലകൾ വീതിച്ച് നൽകിക്കൊണ്ട്, അതായത് ഓരോരുത്തർക്കും അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യുകയാണ്. അതായത് ഉത്തരവാദിത്ത ബോധത്തോടെ നിങ്ങൾ ഓരോരുത്തരും കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോയി നമുക്ക് കരയ്ക്കടുപ്പിക്കാൻ കഴിയൂ. അല്ലാതെ ഒരാൾ തുഴഞ്ഞോളും, ഞങ്ങളൊക്കെ അങ്ങ് കര എത്താറാകുമ്പോഴേക്കും ചാടി കയറാം, വേറെ ചെറിയ വള്ളങ്ങളിലൊക്കെ വന്നിട്ട് ബോട്ടിലേക്ക് കയറിക്കോളാം, അതുവരെ ബോട്ട് ഒറ്റയ്ക്ക് ഓടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓടിക്കാൻ തയ്യാറല്ല എന്ന് ഹൈക്കമാൻഡ് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രസംഗത്തിലൊക്കെ KC വേണുഗോപാൽ ആമുഖത്തിലായാലും അവസാനമായാലും ഇന്നലെയും ഇന്നും പറഞ്ഞൊരു കാര്യം, വിഭാഗീയ പ്രവർത്തനവും കൊണ്ട് ഒരുത്തരും ഇങ്ങോട്ട് വരേണ്ട എന്നത് തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഗ്രൂപ്പ് കളി, അതുപോലെ തന്നെ അവനവന് വേണ്ടിയുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള അടി, അതൊന്നും ഇനി വെച്ചു പൊറുപ്പിക്കില്ല. കാരണം ഇനിയൊരു തോൽവി എന്ന് പറയുന്നത് കോൺഗ്രസിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കേന്ദ്രത്തിൽ ഇപ്പോഴുണ്ടായ തോൽവി എന്ന് പറയുന്നത് അവർക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞെങ്കിലും ആശ്വസിക്കാം. കാരണം തകർന്നു കിടന്ന കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കുന്ന തരത്തിലേക്ക് വളരാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനത്തിലേക്ക് വരാൻ, UP-യിലടക്കം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിലേക്ക് കൊണ്ടുപോകാൻ, മുന്നണിയെ ഒന്ന് ഉണർത്താൻ അതിനൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസിറ്റീവ് സ്ട്രോക്ക് അവർക്ക് ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലുമുണ്ട്. ഇവിടെ അതില്ല. ഇവിടെ കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പോലും ഒരു മോശം പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ അത് കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇവരെ കൊണ്ട് ഒരു കാര്യവുമില്ല, ഇവരിനി വേണ്ട, BJP എങ്കിൽ BJP വരട്ടെ എന്ന് ജനം തീരുമാനിക്കും. ആ ചോയ്സ് ജനത്തിനെടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം പെർഫോം ചെയ്യാത്ത ഒരു പ്രതിപക്ഷത്തിനും പെർഫോമൻസ് കണ്ട് മടുത്തിരിക്കുന്ന ഒരു ഭരണപക്ഷത്തിനും ഇടയിൽ നിൽക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. അപ്പോൾ അവരുടെ നോർമൽ ചോയ്സ്, നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്നത് BJP ആയി മാറും. കാരണം ഇവന്മാരെ ഒന്ന് അധികാരത്തിൽ എത്തിച്ചു നോക്കാം, ഇവന്മാർ ഭരിച്ചിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം എന്ന ഒരു ചിന്ത കേരളത്തിലെ ജനങ്ങൾക്ക് വരും എന്നുള്ളത് കോൺഗ്രസ് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല എല്ലാ സാധ്യതകളും ഉപയോഗിക്കാനായി BJP പുറത്ത് തയ്യാറെടുക്കുന്നു. അവർ സംവിധാനത്തെ ഉണർത്തിക്കഴിഞ്ഞിരിക്കുന്നു, യോഗങ്ങൾ നടത്തുന്നു. അതുപോലെ ഇപ്പോൾ ആൻഡോ സർ സൂചിപ്പിച്ചതുപോലെ പാലക്കാട്ടൊക്കെ നടത്തുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ആ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തന്നെയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് പിടിക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അത് തിരിച്ചറിയുന്ന കോൺഗ്രസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ശക്തനായ നേതാവാണെന്ന് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലൊന്നും പാലക്കാട്ട് വന്നു നിന്നാൽ ജയിക്കാനായിട്ടുള്ള ഒരു കരിസ്മയും ഇല്ല എന്നുള്ളത് പാലക്കാട്ടെ കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലൊന്നും വേണ്ട. അതെ, പക്ഷേ ആ മാറ്റം വരുത്തിയ നേതാവിനെ പാലക്കാട്ട് പരീക്ഷിച്ചാൽ കോൺഗ്രസിന്റെ കയ്യിലുള്ള ഷാഫി പറമ്പിലിന്റെ സീറ്റ് എന്ന് പറയുന്നത് ഒരു താലത്തിൽ വെച്ച് BJPക്ക് കൊടുക്കുന്നത് പോലെ BJP കൊണ്ടുപോകും എന്നുള്ളതാണ് വസ്തുത. കാരണം ഏറ്റവും നല്ല രീതിയിൽ പാലക്കാട്ട് BJPക്ക് മെക്കാനിസം ഉണ്ട് എന്നുള്ള ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പോലെയല്ല, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ മെഷീനറി കുറച്ചുകൂടി നന്നായി കാര്യക്ഷമമായി ഫംഗ്ഷൻ ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട്, സാർ ഇപ്പോൾ പറഞ്ഞല്ലോ, പാലക്കാട്ടെ ചുമതല ആർക്കും കൊടുത്തില്ല, അതവർ കെയർഫുള്ളായി തന്നെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. കാരണം വയനാട് ഉപതെരഞ്ഞെടുപ്പ്, അതുപോലെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്, ഇതിന് മൂന്നിനുമായിട്ടുള്ള ഒരു സ്ക്രീനിങ് കമ്മിറ്റിയും അതുപോലെ തന്നെ അവിടെ ഉത്തരവാദിത്തങ്ങൾ ഡിവൈഡ് ചെയ്യുന്നതും ഒക്കെ പിന്നീടായിരിക്കും അവർ ചെയ്യുക. ഇതിൻ്റെ കൂടെ കൊടുക്കുന്നില്ല. ഇതിൻ്റെ കൂടെ ഇപ്പോൾ ഈ നേതാക്കൾക്ക് വിഭജിച്ച് കൊടുത്തതിലെ സാറിൻ്റെ ഒബ്സർവേഷനോട് ഒരു പരിധിവരെ ഞാൻ യോജിക്കുന്നുണ്ടെങ്കിലും അതിൽ KC വേണുഗോപാൽ അങ്ങനെ എല്ലാവരിലേക്കും ഈ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം വിട്ടുകൊടുത്തിട്ട് KCക്ക് ഒറ്റയ്ക്ക് മുഖ്യമന്ത്രി കസേരയിൽ കയറി ഞെളിഞ്ഞിരിക്കാനാണ് എന്നുള്ള ഒരു അജണ്ടയൊന്നും ഞാൻ പറഞ്ഞതിന്റെ അകത്ത് അല്ല, ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ മുഴുവൻ ചാർജുള്ള ആൾക്കാരെ മുനിസിപ്പാലിറ്റിയിൽ കൊണ്ടുവച്ചു എന്നുള്ള അതിന് കാരണമുണ്ട് സാർ, അത് ഞാൻ പറയാം. അല്ലാതെ KC ആരെയും ഒതുക്കിയതൊന്നുമില്ല. ആരെയും ഒതുക്കിയിട്ടല്ലോ AICC ജനറൽ സെക്രട്ടറി ആയത്. അത് കഴിവുകൊണ്ട് ഓരോ പടിപടിയായി കയറി തന്നെ അവിടെ എത്തിയതാണ്. ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലായാലും
ഒക്കെ ആ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കായാലും പ്രിയങ്ക ഗാന്ധിക്കായാലും സോണിയാഗാന്ധിക്കായാലും അവരുടെ ഒരു ഫസ്റ്റ് കോൾ പോകുന്നത് കേസിക്ക് എന്ന രീതിയിലേക്ക് ആ ഒരു ബന്ധം വളർന്നത് ആ കൃത്യമായ കാര്യങ്ങൾ നിർവഹിച്ചതുകൊണ്ടാണ്. ഇവിടെ ഇനി ചുമതലകൾ നിർവഹിച്ചതിൽ ഈ ഓരോരുത്തർക്കായി വിഭജിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെയൊക്കെ അങ്ങ് ചെറുതാക്കിയോ എന്നൊരു ചോദ്യം ചോദിച്ചല്ലോ. അപ്പോൾ ചെറുതാക്കിയോ എന്നൊന്ന് നമുക്ക് നോക്കാം. ഈ കോർപ്പറേഷന്റെ ഭരണം പിടിക്കുക, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അത് LDF-നായാലും UDF-നായാലും BJP-ക്കായാലും കോർപ്പറേഷനുകളുടെ ഭരണം പിടിക്കുക എന്നുള്ളതാണ്. തിരുവനന്തപുരത്തൊക്കെ BJP പഠിച്ച പണി 18 നോക്കി കഴിഞ്ഞ തവണ ഭരണം പിടിക്കുന്നതിന്. ചെറിയ വ്യത്യാസത്തിലാണ്. കുറച്ചുകൂടി ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ കോൺഗ്രസിന് കിട്ടിയ സീറ്റുകൾ കൂടി BJP-യിലേക്ക് വന്നിരുന്നെങ്കിൽ കഥ മറ്റൊന്നായേനെ. ഇത്തവണ അവർ തിരുവനന്തപുരവും തൃശ്ശൂരും പിടിക്കും എന്നുറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കോൺഗ്രസിന് ഒട്ടും തന്നെ എളുപ്പമല്ല കാര്യങ്ങൾ. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും LDF വേഴ്സസ് BJP എന്ന രീതിയിലായിരിക്കും ഇക്കുറി മത്സരം എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം തൃശ്ശൂരിലെ മേയറുടെ അടക്കം നിലപാട് കണ്ടില്ലേ? ആരാണ് മെച്ചമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് പറയുന്നു, തെരഞ്ഞെടുപ്പിന് ശേഷം അത് ആവർത്തിക്കുന്നു. അപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനും തിരുവനന്തപുരം കോർപ്പറേഷനും BJP കണ്ണുവച്ചിരിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനായി AICC സെക്രട്ടറി കൂടിയായ PC വിഷ്ണുനാഥിനെ നിയോഗിക്കുന്നത്. PC വിഷ്ണുനാഥ് അവിടെ പോയി എന്ത് മാജിക് കാണിച്ചാലും തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസ് പിടിക്കാൻ പോകുന്നില്ല. ഇനി തൃശ്ശൂരിൽ AICC സെക്രട്ടറി റോജി M. ജോണിനാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. തൃശ്ശൂരും കോൺഗ്രസ് പിടിക്കാൻ പോകുന്നില്ല. അവിടെയും LDF വേഴ്സസ് BJP ആയിരിക്കും മത്സരം. ഇനി കൊല്ലത്ത് രാഷ്ട്രീയകാര്യ സമിതി അംഗം VS ശിവകുമാറിനാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. അവിടെ വലിയ കാര്യമൊന്നും ഉണ്ടാകില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ എത്രത്തോളം ശക്തി അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ഇനി കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് നിലവിൽ കോൺഗ്രസിന് ഭരണമുള്ളത്. അത് K. സുധാകരന് ചുമതല കൊടുക്കുകയാണ്. KPCC അധ്യക്ഷനായ K. സുധാകരൻ കണ്ണൂരിൽ മത്സരിച്ചപ്പോഴുള്ള പിണറായിയുടെ മണ്ഡലത്തിൽ, ഗോവിന്ദൻ മാസ്റ്ററുടെ മണ്ഡലത്തിൽ CPM-ന്റെ കോട്ടകളിലൊക്കെ കടന്നു കയറി അവിടെയൊക്കെയുള്ള വോട്ട് മരം കുലുക്കി വോട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നയാളാണ് K. സുധാകരൻ. അപ്പോൾ ആ K. സുധാകരൻ കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തും എന്ന ആത്മവിശ്വാസത്തിലാണ് K. സുധാകരനിലേക്ക് അത് ആ ചാർജ് കൊടുക്കുന്നത്. കാരണം കണ്ണൂരിൽ K. സുധാകരൻ പറയുന്നതിനേക്കാൾ നന്നായി ആര് പറഞ്ഞാലാണ് കോൺഗ്രസ്സുകാർ കേൾക്കുക, ആര് പറഞ്ഞാലാണ് കണ്ണൂരിലെ സംഘടനാ സംവിധാനം ചലിക്കുക? അവിടെ VD സതീശൻ പോയി നിന്നിട്ട് എന്ത് കാര്യം? അവിടെ K. സുധാകരൻ തന്നെ വേണം. അതുകൊണ്ടാണ് കണ്ണൂർ കോർപ്പറേഷൻ ചുമതല K. സുധാകരന് കൊടുത്തത്. ഇത്തവണയും അവർ തന്നെ ഭരണം നിലനിർത്താനുള്ള സാധ്യതയാണ് കണ്ണൂരിൽ നമ്മൾ കാണുന്നത്. ഇനി തൃശ്ശൂരും കൊച്ചിയും കഴിഞ്ഞ തവണ ചെറിയ വ്യത്യാസത്തിലാണ് നഷ്ടമായത്. അതുകൊണ്ട് തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ടെങ്കിൽ കൊച്ചി മാത്രം നോക്കിയാൽ മതി. കാരണം തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ താഴെത്തട്ട് മുതൽ ബൂത്ത് തല മുതൽ ഈ വോട്ട് ചേർത്തു എന്നൊക്കെ പറഞ്ഞ് K. മുരളീധരൻ പറയുന്നുണ്ടല്ലോ. ആ വോട്ട് ചേർത്തതൊക്കെ ഈ കോർപ്പറേഷന്റെയും പരിധിയിലേക്കൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ആ വോട്ടൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അത് പറയാം സാർ, ഞാൻ അതിലേക്ക് വരികയാണ്. ഞാൻ തൃശ്ശൂർ എത്തിയതല്ലേ ഉള്ളൂ. അപ്പോൾ തൃശ്ശൂരിൽ ഇതാണ് സംഭവിച്ചത്. ഇനി കോഴിക്കോട്ട് കൊണ്ടുപോയി രമേശ് ചെന്നിത്തല ഇട്ടതാണ് ഇതിലെ ക്ലാസിക് തീരുമാനം. കാരണം അരനൂറ്റാണ്ടായി അവിടെ ഭരണം കിട്ടിയിട്ടില്ല. അരനൂറ്റാണ്ടായി കോൺഗ്രസിന് ഭരണം കിട്ടാത്ത കോർപ്പറേഷൻ ഈ മറ്റ് സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ട്. പക്ഷേ കോഴിക്കോട്ട് ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് രമേശ് ചെന്നിത്തലയെ കൊണ്ടിട്ടത് രമേശ് ചെന്നിത്തല അവിടെ റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ്. കാരണം പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ മാറ്റിയിട്ടാണ് VD സതീശനെ നിയോഗിക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് നിലവിൽ ഒരു കൃത്യമായ ഒരു ഉത്തരവാദിത്വം ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം പോയി ഒരു ഗോ ഗെറ്ററായി കൊണ്ടുവാ എന്ന് പറഞ്ഞാണ് RC എന്ന രമേശ് ചെന്നിത്തലയെ അവിടേക്ക് ഡിപ്ലോയ് ചെയ്യുന്നത്. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് എത്രത്തോളം അവിടുത്തെ സംഘടനാ സംവിധാനം ചലിപ്പിക്കാൻ കഴിയും, MK രാഘവൻ അടക്കമുള്ളവർ എത്രത്തോളം അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കോഴിക്കോട്ട് അറിയേണ്ടത്. പക്ഷേ അവിടെ ആ ടാർഗറ്റ് എത്തിപ്പിടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. രമേശ് ചെന്നിത്തല ശ്രമിക്കട്ടെ, പക്ഷേ കഴിയില്ല എന്നതാണ് നമുക്ക് പ്രാഥമികമായി അവിടുത്തെ ഒരു വോട്ട് സമവാക്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഇനി ആൻഡോ സർ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. എന്തിനാണ് ഇവരെയൊക്കെ കൊണ്ടുപോയി ഇവിടെയൊക്കെ ഇട്ടിരിക്കുന്നത്? അങ്ങനെ ഇവരെ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട്, അതായത് CM ആസ്പിരൻസ്, മുഖ്യമന്ത്രി സ്ഥാനമോഹികളാണ് 3-4 പേരിങ്ങനെ നിൽക്കുകയാണ്. ആ കസേരയിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്ന 3-4 പേരുണ്ട് CM ആസ്പിരൻസ്. അപ്പോൾ ഈ CM ആസ്പിരൻസ് ആയിട്ടുള്ള ആളുകൾ അടക്കമുള്ളവരോട് ആദ്യം പറഞ്ഞത് എന്താണ്? നിങ്ങൾ സംസ്ഥാന ഭരണം പിടിക്കാനായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർഗനൈസ് ചെയ്യാനും അതിൽ മത്സരിക്കാനും അതിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ആയിട്ട് നിൽക്കുന്നവരാണ് എന്ന ഒരു ബോധ്യം നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നിങ്ങൾ മുന്നിൽ നിന്ന് നയിക്കും. അങ്ങനെ നിങ്ങളൊരു എലീറ്റ് ക്ലാസ് ആണ് എന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചോളൂ എന്നതാണ് ഹൈക്കമാൻഡ് ഇന്നവരോട് പറഞ്ഞിരിക്കുന്നത്. അതായത് താഴെ പോയി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബൂത്ത് തലം മുതൽ പഞ്ചായത്തിലും എല്ലായിടത്തും പോയി താഴെയുള്ള മനുഷ്യരെ കണ്ട്, അതായത് ജനങ്ങളിൽ നിന്ന് അകന്നുപോയി പിണറായി സർക്കാർ. അപ്പോൾ ജനങ്ങളിലേക്ക് അടുക്കാൻ ഏറ്റവും നല്ലത് ഏതാണ്? പഞ്ചായത്തും കോർപ്പറേഷനും ഈ വാർഡ് തലങ്ങളിലേക്ക് ഇറങ്ങി താഴെത്തട്ടിലുള്ള ബൂത്തിലുള്ള ആളുകളെ പോയി കാണണം. താഴെയുള്ള മനുഷ്യരുമായി, സാധാരണ മനുഷ്യരുമായി ഇടപഴകണം. അതിന് ഈ മുതിർന്ന നേതാക്കൾ തയ്യാറാകണം. അതിനാണ് അവരെ ഈ പല സ്ഥലങ്ങളിലേക്ക് ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? അവരവിടെ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ കോഴിക്കോട്ടോ അല്ലെങ്കിൽ കൊച്ചിയിലോ ഇരിക്കും. അല്ലാതെ ഈ താഴെത്തട്ടിലേക്ക് ഈ നേതാക്കളെല്ലാം പോകുമോ? ഞങ്ങളതൊക്കെ പണ്ടേ ചെയ്തതാണ്, ഞങ്ങൾ അതൊക്കെ ചെയ്ത് വളർന്നു വന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആഠ്യത്വവുമായി അങ്ങനെ ഇരിക്കും. അങ്ങനെ ആഠ്യന്മാരായി ആരും ഇരിക്കേണ്ട എന്ന കൃത്യമായ സന്ദേശമാണ് AICC കൊടുത്തിരിക്കുന്നത്, ഹൈക്കമാൻഡ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വസ്തുത. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യുന്നതിനുള്ള ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ
ബാക്കിയുള്ള സംവിധാനത്തെ ചലിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ചുമതല. ഇവർ മാത്രമാണോ? KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്. അവരെന്ത് വർക്കാണ് ചെയ്യുന്നത് എന്ന ചോദ്യം ഹൈക്കമാൻഡ് ചോദിക്കുന്നുണ്ട്. അവർ വർക്കിംഗ് പ്രസിഡന്റുമാരാണെങ്കിൽ കൃത്യമായി മേഖലാതലത്തിൽ ഈ സംവിധാനത്തെ ചലിപ്പിക്കണം. അപ്പോൾ തെക്കൻ മേഖലയെ ചലിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കൊടിക്കുന്നിൽ സുരേഷിന്, മധ്യമേഖലയിൽ TN പ്രതാപൻ, വടക്കൻ മേഖലയിൽ T സിദ്ദിഖ്. അപ്പോൾ ഇവരൊക്കെ കൂടി ഒരു മാരേജ് ഓഫ് കൺവീനിയൻസ് എങ്കിലും ഉണ്ടാക്കണം എന്നതാണ് ഹൈക്കമാൻഡ് പറയുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകും, നിങ്ങൾ തമ്മിൽ ആശയ ഐക്യം ഉണ്ടാകില്ല, അതൊക്കെ അങ്ങ് മാറ്റിവെച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നമുക്ക് ജയിക്കുന്നതിന് വേണ്ടിയെങ്കിലും ആ പടലപ്പിണക്കങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കണം എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള മെസ്സേജാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട്, ഒരു ആന്റി പിണറായി തരംഗമുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ടും അത് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഏറ്റവും വലിയ മണ്ടന്മാർ നിങ്ങളാണെന്ന് ചരിത്രം നിങ്ങളെ വിലയിരുത്തും എന്നുള്ള കൃത്യമായ സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ KC വേണുഗോപാൽ പറഞ്ഞതിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഭരണത്തെക്കുറിച്ച് KC വേണുഗോപാൽ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ആശയത്തെ മാലിന്യവൽക്കരിക്കുന്ന ഭരണമെന്നാണ്. പ്രസംഗത്തിൽ പറഞ്ഞ വാചകമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആശയം എന്താണ്? കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് നേരത്തെ ആൻഡോ സർ പറഞ്ഞില്ലേ, MV ഗോവിന്ദൻ മാഷുടെ ആ പ്രസംഗത്തിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ എവിടെയാണ് ഈ പണത്തിനോടുള്ള ആർത്തി? പണത്തിനോടുള്ള ആർത്തി എന്നാണ് MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത്. അപ്പോൾ ആ ആർത്തി മൂത്ത് ഭ്രാന്തായി നിൽക്കുന്ന ആളുകളൊക്കെ ആർത്തി അങ്ങോട്ട് മാറ്റിവെച്ച് ജനങ്ങളെ സേവിക്കുന്നതിൽ ആർത്തി കണ്ടെത്തണം, അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കുന്നതിൽ അവരിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിൽ വേണം നിങ്ങൾ കൂടുതൽ ഊന്നി നിൽക്കാൻ എന്ന് കൃത്യമായി പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന്റെ സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന സംസ്ഥാന സെക്രട്ടറി തന്നെ പല ഇടങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയും ഇതേ വാചകം പറഞ്ഞതാണ്. ഈ പണത്തിനോടുള്ള ആർത്തിയെക്കുറിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുകയാണ് MV ഗോവിന്ദൻ മാഷ്. അതായത് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു പോയതല്ല, ഇത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നുള്ള സന്ദേശം പിണറായി വിജയന് കൂടിയുള്ള സന്ദേശമാണ്. നോക്കൂ, ഇപ്പോൾ മഴക്കാല പൂർവ്വ പ്രതിരോധ നടപടികളിലടക്കം പാളിപ്പോയിട്ടുണ്ട്. ആമേഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കത്തിൽ സമരവുമായി ഇന്ന് യൂത്ത് കോൺഗ്രസ് അടക്കം നഗരസഭയിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ എവിടെയൊക്കെ ആക്രമിക്കാമോ അവിടെയൊക്കെ കടന്നാക്രമിക്കുക എന്ന നയത്തിലേക്ക് പ്രതിപക്ഷം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പെരുമാറ്റ രീതിയും ആർത്തിയും അതുപോലെ തന്നെ വൈകല്യങ്ങളും ഒക്കെയുള്ള ഇടതുപക്ഷത്തെ നിഷ്പ്രയാസം തോൽപ്പിക്കാൻ കഴിയും. പക്ഷേ മറുഭാഗത്തുള്ള BJPയെ തോൽപ്പിക്കാൻ അത് പോരാ. കാരണം അവരുടെ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഈ നേതാക്കളൊക്കെ താഴെത്തട്ടിലേക്ക് ഇറങ്ങണം. താഴെത്തട്ടിൽ എങ്ങനെയാണ് ഈ വോട്ടുകൾ ഇവർ സമാഹരിക്കുന്നത് എന്നുള്ളത് കണ്ടു മനസ്സിലാക്കണം. അതിനായി നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങൂ എന്ന കൃത്യമായ സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ഈ നേതാക്കളെ എല്ലാവരെയും തുരത്തിവിട്ടതാണ് എന്നുള്ള അഭിപ്രായത്തോട് ഞാൻ ഒട്ടും തന്നെ യോജിക്കുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ വ്യക്തിപരമായ അഭിപ്രായമായി പറയുകയാണ്. KC വേണുഗോപാലാണ് നിലവിൽ കോൺഗ്രസിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു കാൻഡിഡേറ്റ്. മറ്റ് നേതാക്കളെക്കാൾ ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിന്റെ വിജയത്തിലടക്കം നിർണായക പങ്ക് വഹിച്ച KCക്ക് ഒപ്പം നിൽക്കാവുന്ന രീതിയിൽ പ്രകടനം കാഴ്ചവെക്കണമെങ്കിൽ ഈ കോർപ്പറേഷനിലൊക്കെ ഫൈറ്റ് ചെയ്ത് ഇവരൊക്കെ വരട്ടെ, ആസ്പിറൻസ് ഒക്കെ വരട്ടെ. നിലവിൽ ഇപ്പോൾ ആ റേസിൽ മുന്നിൽ നിൽക്കുന്നത് KC വേണുഗോപാലാണ് എന്നുള്ളത് ഹൈക്കമാൻഡിനും അറിയാം, കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കും അറിയാം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ അകൽച്ച വോട്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കും, അതിൽ സക്സസ്ഫുൾ ആകാൻ അവർ ശ്രമിക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലെ നമുക്ക് വ്യക്തമാകും. ഒരു കാര്യം വളരെ കൃത്യമാണ്, രാഷ്ട്രീയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെങ്കിൽ കോർപ്പറേഷനുകളുടെ ചുമതലയല്ല കൊടുക്കേണ്ടിയിരുന്ന ഒരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. അത് കൊടുക്കേണ്ടത് ജില്ലാ പഞ്ചായത്തിന്റെ ചുമതല. ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ എല്ലാ തെരഞ്ഞെടുപ്പുകളും, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം തെരഞ്ഞെടുപ്പുകളും പൊളിറ്റിക്കലായി വോട്ടിംഗ് നടക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക്. ജില്ലാ ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് നിങ്ങൾ കോർപ്പറേഷൻ കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെ ചുമതല വിരിച്ചു കൊടുക്കാത്ത എന്താ? തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് നിങ്ങൾ കൊടുക്കാത്ത എന്താ? അല്ല സുജി, ഒരു കാര്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ CPMനും കോൺഗ്രസ് തമ്മിൽ താരതമ്യം ചെയ്യാൻ നോക്കുക. നമ്മുടെ ഈ ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി ആണല്ലോ. നമ്മൾ ഈ കോൺഗ്രസ്സിന് പറയുമ്പോൾ KPCC പ്രസിഡൻറ്റോട് യോജിച്ചിരിക്കുന്ന ഒരാളാണല്ലോ. ഗോവിന്ദൻ മാഷെ പിടിച്ചിട്ട് നമ്മൾ എറണാകുളം കോർപ്പറേഷൻ്റെ ചുമതല കൊടുക്കും നിങ്ങൾ സ്വപ്നത്തിൽ വിചാരിക്കാൻ പറ്റും നിങ്ങളെ കൊണ്ട്? ഈ പറഞ്ഞ CPMൻ്റെ ഈ തലമുതിർന്ന നേതാക്കന്മാരെ ആരെങ്കിലും ഈ പറഞ്ഞ LDFന്റെ കൺവീനറിനെ പിടിച്ചിട്ട് ഈ പറഞ്ഞ കോഴിക്കോട് പിന്നെ കോർപ്പറേഷന്റെ ചുമതല കൊടുക്കും? അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്? കാരണം അങ്ങനെയല്ലെന്നേ, DCCകളെ പുനരുജ്ജീവിപ്പിക്കേണ്ടതെന്നേ. DCCയെ പുനരുജ്ജീവിപ്പിക്കാതെ പാർട്ടിയുടെ അടിത്തറകളെ വിപുലപ്പെടുത്താതെ നേതാക്കന്മാരെ ഗ്ലാമറാണ്. ആ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നു എന്ന് കരുതി തിരുവനന്തപുരം LDFന് കിട്ടില്ല. കൊല്ലം കോർപ്പറേഷൻ പിടിക്കുന്നു കരുതി കൊല്ലവും പാർലമെന്റ് ഇലക്ഷനും നിയമസഭ ഇലക്ഷനും നമ്മൾ ആരെങ്കിലും അങ്ങനെ കാണുന്നുണ്ടോ? പാർലമെന്റ് ഇലക്ഷന് രാജ്യത്തോട് രാഷ്ട്രീയ തീരുമാനമേ അല്ല. അല്ല, ഏതാ നല്ല രാഷ്ട്രീയ തീരുമാനമേ അല്ല. കാരണം കോർപ്പറേഷൻ്റെ ചുമതല കൊണ്ട് സംസ്ഥാന നേതാക്കന്മാർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമല്ല. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്ത് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാനില്ല. ഈ നേതാക്കന്മാരെ ഒതുക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് എന്നുള്ളതിനകത്ത് എനിക്കൊരു സംശയമില്ല. കാരണം എന്താണ്, ഇത്രയും വലിയ നേതാക്കന്മാരെ കൊണ്ടിട്ട് ഓരോ കോർപ്പറേഷനിൽ കൊടുക്കുക എന്ന് പറയുന്നതിൽ അത്ര ചെറിയ കാര്യമില്ലെന്ന് ഈ നേതാക്കളൊക്കെ ആൻഡോ സർ പറഞ്ഞതുപോലെ എതിർപ്പുണ്ടെങ്കിൽ അത് പറയാത്ത ആളുകളാണോ കെ സുധാകരനും
വി ഡി സതീശൻ ഒരു മൈക്ക് നീക്കി വെക്കുന്നതിന് വരെ അടിയുണ്ടാക്കിയവരാണ്. ആരും മിണ്ടിയില്ലല്ലോ, എല്ലാവരും പഞ്ചമുച്ചമടക്കിയ മീറ്റിംഗിൽ അതാണ് പറഞ്ഞത്. ഇവിടെ പിണറായി വിജയൻ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഇടതുപക്ഷത്ത് നടക്കുന്നത് അതുപോലെ കോൺഗ്രസിൽ നടപ്പാക്കാൻ ഇപ്പോൾ കെ.സി. വേണുഗോപാലിനറിയാം. അതാണ് നടന്നത്. Meet the editors.